ഹലോ വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു നോമ്പുതുറ വിശേഷമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഒരു നോമ്പിൽ ഉണ്ടാക്കിയായിരുന്നു. തേങ്ങാച്ചോറാണ്, ചിക്കൻ കറിയാണ്, പിന്നെ കുറച്ച് കാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറും കച്ചമ്പറും. അപ്പോൾ ചിക്കൻ സാധാരണ ഒരു ചിക്കൻ മേടിച്ചിട്ട് 2 ദിവസമായിട്ടൊക്കെ എടുക്കാറ്. കാര്യം നമുക്ക് അതിൽ കൂടുതൽ ചിലവില്ലല്ലോ, ഇപ്പം നോമ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുണ്ടാക്കുമ്പോൾ പണി സത്യം പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഇടയത്താഴത്തിനും കൂടെ ഇത് മതിയല്ലോ. അപ്പോൾ പിന്നെ ജോലി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പണിയും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ന്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ? നല്ല വെറൈറ്റി സ്പെഷ്യലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് മാറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മഞ്ഞ നിറമാണ് കേട്ടോ ചോറിന്. അതിപ്പോൾ അങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ എടുക്കുന്ന ടൈമിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്നു, നിസ്കാരം കഴിഞ്ഞു. അപ്പോഴേക്കും അവർ രണ്ടുപേരും വരുന്നുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനും എൻ്റെ മോളും കൂടെയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ മോള് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ കഴിക്കേണ്ട, ഇക്കാക്കയും വാപ്പയും എപ്പോഴാണ് വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. എൻ്റെ പൊന്നുവിൻ്റെ സന്തോഷം പറഞ്ഞാൽ അതൊരു പ്രത്യേകത കേട്ടോ. കാര്യം വാപ്പിയുടെയും ഇക്കാക്കയുടെയും നടുക്ക് അങ്ങനെ അവൾക്കൊരു കസേരയൊക്കെ ഇട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറോ അപ്പോ എന്താണെങ്കിലും അതൊക്കെ ഇങ്ങനെ അവരൊപ്പം ഇരുന്ന് കഴിക്കുക. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോമ്പുതുറ നമുക്കൊരു വലിയൊരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് നമ്മളൊരു ഫാമിലിയിലുള്ള എത്ര പേരുണ്ടോ ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഭാഗ്യം അള്ളാ തരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. കുറച്ച് നേരം നമ്മളെ കുറേ കാര്യങ്ങൾ ഇതിപ്പോൾ ദേ വന്ന് കയറി ഉടനെ തന്നെ മോനിട്ടൊരു ഡോസ് കൊടുക്കുന്നതാണ്. എന്തിനാണെന്നറിയാവോ? രാത്രി കളിക്കാൻ പോകണം. പഠിത്തം കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് അവന് ഇവിടെ ഫ്രണ്ടിൽ പോയി നിന്ന് ഭയങ്കര കളി. ഈ രാത്രിയിൽ അങ്ങനെ കളിച്ചാൽ കൊള്ളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ തൊട്ട് പുള്ളീനെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്ന് കുറച്ച് നേരം കളിക്കുക, പള്ളിയിൽ പോയി കുളിച്ച് പിന്നെ പള്ളിയിൽ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇല്ല. അപ്പോൾ രാത്രി 7 മണി കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് ഇറങ്ങണ്ട എന്നുള്ള ഒരു ഡിസ്ട്രിക്ഷൻ കൊടുത്തേക്കുന്നതാണ് സംഭവം. അപ്പോൾ പുള്ളിയുടെ മുഖമൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് പള്ളിയിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു എന്ന് ഇവൻ വൈകിട്ട് കളിക്കാൻ പോയത് ഇച്ചിരി ലോങ് എങ്ങാണ്ടോ പോയി, അത്രയും ദൂരെ വിടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വഴക്കാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ ഇടപെട്ട് സോൾവ് ആക്കിയിട്ടുണ്ട്. എന്തായാലും രാത്രി കളി എന്തായാലും മോനെ വിടില്ല എന്നുള്ള തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ തറാബി നിസ്കരിക്കുമ്പോഴും പള്ളി തൊട്ട് ചേർന്നല്ലേ, ആ ബുദ്ധിമുട്ട്. കുറേ കുട്ടികൾ കൂടി ഈ തറാബിക്ക് വരുന്ന നമ്മളെ പെണ്ണുങ്ങളുടെ തറാബിയുണ്ട്, താഴെ ആണുങ്ങൾക്കുമാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഭയങ്കര ബഹളമാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് വരുത്തണ്ടെന്ന് കരുതിയിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ രാത്രി കളിക്കാൻ വിടുന്നത് അത്ര സേഫ് അല്ല. ഇഴജന്തുക്കളും മറ്റുമൊക്കെ കാണില്ലേ, നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ഒന്ന് വഴക്ക് പറഞ്ഞതാക്കിയത്. പക്ഷേ അത് കഴിഞ്ഞ് അപ്പം തന്നെയൊക്കെ വിഷയം മാറ്റി അവനെ ഹാപ്പിയാക്കി അവനെ ഒന്ന് ചിരിപ്പിക്കാണ്ട് അവിടെ നിന്ന് വിടില്ല. കാര്യം എന്ന് വെച്ചാൽ പറയേണ്ട സമയത്ത് നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇതിൽ പിണക്കം വെക്കണ്ട, അത് അപ്പം തന്നെ തീരേണ്ട കേസല്ലേ. പിന്നെ സന്തോഷമായിട്ട് നല്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നുമണിക്ക് ചോറ് കൊടുത്തു, ചിക്കൻ കൊടുത്തു. ചിക്കനെ മീമി എന്നാണ് പറയണത്. ഇനി ഇക്കാക്ക എന്താണ് കഴിക്കണേന്നാണ് നോക്കണം. അതാണ് നോട്ടം. അപ്പോൾ ഇക്കാക്ക എന്ത് വായിലോട്ട് വെക്കണു, ഇക്കാക്ക വെള്ളം എടുത്ത് കുടിച്ച് തുടങ്ങിയോ, അതൊക്കെയാണ് അവളുടെ നോട്ടം. അങ്ങനെ ഞങ്ങളുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പുതുറ, കഴിഞ്ഞ ദിവസത്തെ ഒരു നോമ്പുതുറയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ നോമ്പിൻ്റെ സമയത്ത് ഈ ഒരു ഭക്ഷണമെങ്കിലും നമുക്ക് കിട്ടുന്നു. അല്ലാഹ് അവതാക്കി നമുക്കത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ ഒരു ചെറിയ സന്തോഷമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ നമ്മുടെ ഫാമിലിയിൽ നമുക്കുള്ളത്. എങ്ങനെയാണെങ്കിലും നമ്മൾ നോമ്പ് തുറന്ന് വരുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഇക്ക ഒക്കെ നമുക്ക് അവർക്ക് അല്ല മുതിർന്നവരുണ്ടെങ്കിൽ അവർ ഒക്കെ ആയിട്ടും എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സന്തോഷമായിട്ട് ആ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് ഉള്ളത് മതി നമുക്ക്. ഇല്ലാത്തത് ഇല്ലാത്ത പോലെ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടിയിരുന്നുള്ള ഒരു സന്തോഷം അങ്ങനെയാണ്.
അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ജ്യൂസായിട്ടൊന്നും ഇന്ന് അടിച്ചില്ല കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നമുക്കിത് സെറ്റായിട്ട് തന്നെ നമുക്ക് ഈ റിലയൻസിൻ്റെ മാളുണ്ടല്ലോ, അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പാക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ അതാണ്. പിന്നെ ഇന്നത്തെ നാരങ്ങ വെള്ളം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പുതുറ വിശേഷം. ഓക്കെ, ബൈ, താങ്ക് യു.